ഇനി നമുക്ക് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി വരാം, എരുമേലിയിലേക്ക്. എരുമേലിയിൽ അവിടെ വളരെയധികം വരുമാനവും ആൾവരവും നടവരവും ഒക്കെയുള്ള പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോകുന്ന ഒരു ഭക്തൻ എന്താ എഴുതി വെച്ചത് കാണുന്നത്? ആരാധനാർഹൻ സർവശക്തനായ ദൈവം മാത്രം, മുഹമ്മദ് നബി ദൈവത്തിൻ്റെ പ്രവാചകനാകുന്നു. വളരെ ലളിതമായ ഒരു വാക്യം. അതിൽ എഴുതി വെച്ച് നിങ്ങൾ പോയി നോക്കിക്കോളൂ. അല്ല ഈ പറയണൽ എന്തെങ്കിലും അസത്യമോ ന്യൂനോക്തിയോ അതിശയോക്തിയോ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. ആരാധനാർഹൻ സർവശക്തനായ ദൈവം മാത്രം, ഒരു വിരോധവും ഇല്ല. സന്തോഷം, ശരിയാണ്, ഒരു വിരോധവും ഇല്ല. അവിടെ മറ്റൊരു ഉപാസനാ മാർഗത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സർവശക്തനായ ദൈവം ആരാന്നവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ തൊട്ടടുത്ത വാക്യം വായിക്കുക, ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന സമയത്ത് വ്യക്തമായി ഇസ്ലാമിക വിശ്വാസമനുസരിച്ചുള്ള അല്ലാഹു അല്ലാതെ മറ്റൊരു ദേവതയെ ഉപാസിക്കരുത് എന്നുള്ളതാണ് ആ ലേഖനം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ വരി വരില്ല. അതെങ്ങനെയാണ് ഈ ക്ഷേത്രമായിട്ട് കൂട്ടിഘടിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് ക്ഷേത്രോപാസനയുടെ ഭാഗമാകുന്നത്? ഈ ചോദ്യം ചോദിക്കാൻ കഴിയാതെ ആരാണ്ടെങ്കിലും പാടിയ പാട്ടുകളും ആരാണ്ടെങ്കിലും പറഞ്ഞു തന്ന കഥകളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിവേകരഹിതന്മാരായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥാവിശേഷം എത്ര കാലം വരെ മുന്നോട്ട് പോകണം? യുക്തിപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. കാരണം ഇവിടെ രണ്ട് സ്ഥലത്ത്, അപ്പുറത്ത് ധർമ്മശാസ്താവിൻ്റെ സങ്കേതം ഇരിക്കുകയാണ്, എരുമേലി ധർമ്മശാസ്താവിൻ്റെ സങ്കേതം ഇരിക്കുന്നു. ആ ധർമ്മശാസ്താവിൻ്റെ സങ്കേതത്തിൽ പോയി നമസ്കരിക്കുന്നവനും കാണിക്ക അർപ്പിക്കുന്നവനും തന്നെയാണ് ഇപ്പുറത്ത് പോയിട്ട് ഈ നമസ്കരിക്കുകയും കാണിക്ക അർപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കാണിക്ക ഒന്ന് സർക്കാർ ഏജൻസി കൊണ്ടുപോകും, മറ്റത് മത ഏജൻസി കൊണ്ടുപോകും. ആ മത ഏജൻസി ഒരു തട്ടിപ്പും ഇല്ലാതെ അവരുടെ ആശയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു തട്ടിപ്പും ഇല്ലാണ്ട് സത്യസന്ധമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഞങ്ങളുടെ ആദർശം. ആ ആദർശം വ്രതശുദ്ധിയോടുകൂടി പോകുന്ന ഒരാള് കെട്ട് നിറച്ച്, എന്താ കെട്ട്? ഭഗവാന് സമർപ്പിക്കാനുള്ള മുൻകെട്ട്, തൻ്റെ വൈയക്തികമായ ആവശ്യത്തിനുള്ള പിൻകെട്ട്. പിൻകെട്ട് ഇപ്പൊ കാര്യമായിട്ട് വേണ്ടാട്ടുവാ ഇല്ലേ? ഇപ്പൊ പിൻകെട്ട് കാര്യമായിട്ട് ആവശ്യമില്ല. എന്താ കാരണം? പണ്ട് നമ്മൾ 41 ദിവസം വ്രതമെടുത്ത് വൃശ്ചികം 1 മുതൽ ചുരുങ്ങിയത് ധനു 10 വരെ വ്രതം നോറ്റ് കെട്ട് നിറച്ച് അതികഠിനമായ യാത്ര ചെയ്ത് നടന്ന് മകരം 1-ാം തീയതി അവിടെ ദർശനം ചെയ്യുന്ന ക്രമത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ വൈയക്തികമായ ആവശ്യത്തിനുള്ള എല്ലാം പിൻകെട്ടിൽ വേണം. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ പോണത്. അതുകൊണ്ട് പിൻകെട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുപോയി അവിടെ മലിനമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇരുമുടിക്കെട്ട് എന്നുള്ള സങ്കല്പത്തിൽ എന്തെങ്കിലും ഒരു സമർപ്പണത്തിന് അരിയോ മറ്റോ കൊണ്ടുപോയാൽ മതി. പക്ഷേ മുൻകെട്ട് ഭഗവാനുള്ളതാ, ഭഗവാന് സമർപ്പിക്കാനുള്ളതാ. അതിലൊരു കാരണവശാലും പ്രകൃതി വിരുദ്ധമായ ഒരു വസ്തു കൊണ്ടുപോകാൻ പാടില്ല. അത് പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ കൂടെ തന്നെയാണ് നമ്മളും. പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല. ആ പരിശുദ്ധമായ കാനന സങ്കേതത്തിൽ പ്ലാസ്റ്റിക് കൊണ്ടുപോയി മലിനമാക്കാൻ പാടില്ല. പക്ഷേ മറ്റൊരു സമർപ്പണവും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴോ, കർപ്പൂരം വേണ്ട, ചന്ദനത്തിരി വേണ്ട, ഇവിടെ ഇവയുടെ പേരിലുള്ള മലിന വസ്തുക്കൾ കൊണ്ടുപോകരുതെന്ന് പറയാം. ഇപ്പം നമ്മൾ മിക്കവാറും നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന കർപ്പൂരം എന്ന് പറഞ്ഞ വസ്തു കർപ്പൂരമായിട്ട് കുല ബന്ധമില്ലാത്ത വസ്തുവാണ്. കത്തിച്ചു കഴിഞ്ഞാൽ വല്ല ആവി എഞ്ചിന് പോണ പോലെയാ പുക പോവുക. കർപ്പൂരം കത്തിച്ചാൽ പുക ഉണ്ടാവുമോ? എന്തോ ഹൈഡ്രോ കാർബൺസാണ്. ഈ ഹൈഡ്രോ കാർബൺസ് കൊണ്ടുപോകരുത് എന്നല്ല, നിങ്ങളെ വീട്ടിലും കത്തിക്കരുത്, അമ്പലങ്ങളിലും കത്തിക്കരുത്. ഇതിനേക്കാൾ ഭീകരനാണ് ഇന്ന് ചന്ദനത്തിരി, അഗർബത്തി എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന സാധനം. അത് കത്തിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ ക്യാൻസർ ഉറപ്പാ, ഒരു സംശയവും.
ഒരു സംശയമില്ല. ഇന്ന് നമ്മളീ പൂജകന്മാരെയൊക്കെ സ്ഥിതി എന്താവുന്നാവോ? കാരണം ശ്രീകോവിലിൽ ഇത് കത്തിച്ചിട്ട് വാതിൽ അടച്ചിട്ടാ പൂജ ചെയ്യുക. ഒരു 5 മിനിറ്റ് ദിവസം ശ്വസിച്ചാൽ തന്നെ എന്താ ഉണ്ടാവുക? ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഈ അടുത്തായിട്ട് എനിക്ക് ജപം ചെയ്യുമ്പോൾ നല്ല ഏകാഗ്രത വരുന്നുണ്ട്, നല്ല ധ്യാനം, ഒരു സമാധിയുടെ അവസ്ഥ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സാധനം കത്തിച്ചു വെച്ചിട്ടാണോ ഇരിക്കാറ്? എന്നാ അതാ, വേറൊന്നുമല്ല, മയങ്ങിപ്പോവാണേ. ഒരു പരസ്യം കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ എന്ന്. ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ. ഹെവനാണോ ഹെല്ലാണോ എന്ന് നമുക്കറിയില്ല, എന്തായാലും എവിടെയൊന്ന് എത്തും, സംശയമില്ല. അപ്പൊ ഇങ്ങനത്തെ വസ്തുക്കൾ കൊണ്ടുപോകരുത്. 100% നമ്മളതിന് യോജിപ്പാണ്. എന്നാൽ കൊച്ചു കുട്ടിയുടെ അരികെ പോകുമ്പോഴും ഗുരുനാഥന്റെ അരികെ പോകുമ്പോഴും ദൈവത്തെ കാണാൻ ദേവതയെ കാണാൻ പോകുമ്പോഴും രാജാവിനെ കാണാൻ പോകുമ്പോഴും വെറും കൈയോടുകൂടി പോകരുതെന്നാ നമ്മെ പൂർവികന്മാർ പഠിപ്പിച്ചിട്ടുള്ള. കൊച്ചുകുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ എന്താ വേണ്ടേ? എന്തെങ്കിലും മിഠായിയോ ബിസ്ക്കറ്റോ വല്ല JCBയോ തോക്കോ എന്തെങ്കിലും കൊണ്ടുപോകണം, ഇല്ലേ? എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ. അതുപോലെ ഗുരുനാഥൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. ഗുരുനാഥൻ്റെ കയ്യിൽ വെറും കൈയോടുകൂടി പോകാൻ പറ്റില്ല. ദേവതയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ വെറും കൈയോടുകൂടി പോകാൻ പാടില്ല. സമർപ്പണ ദ്രവ്യത്തോടു കൂടി വേണം പോവുക. പിന്നെ രാജാവ് ഇന്നിപ്പോൾ ഇല്ലയെന്ന് വെച്ചോളൂ, നമ്മെ സംബന്ധിച്ച് രാജാവ് ഇല്ല. അപ്പം ഈ 3 സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സമർപ്പണം വേണം. അത് നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. എന്നാൽ ശുദ്ധമായ ദ്രവ്യമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആചാരം തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ, സമർപ്പിക്കുക എന്നുള്ള ഭക്തന്റെ അധികാരം തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ, ക്രമികമായി ഒന്നൊന്നായി നമ്മുടെ ആചാരങ്ങളെ അട്ടിമറിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടേ അതിനെ നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടെ വാവരുടെ സങ്കല്പത്തെക്കുറിച്ചൊന്നും ഏറെ പറയാൻ സാധ്യമല്ല. ഒന്ന് മാത്രം പറയുന്നു, ഒന്ന് മാത്രം. എരുമേലിയിൽ ഒരു കാരണവശാലും അവിടെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വാപരസങ്കല്പമോ ഇല്ല. അതടുത്ത കാലത്ത് പടച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, അവരെ ഒരു കാരണവശാലും നമ്മൾ കുറ്റം പറയില്ല. കാരണം അവർ സത്യസന്ധമായി അവരുടെ ആദർശം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചതിൻ്റെ ഫോട്ടോ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണിച്ചാൽ നിങ്ങളെല്ലാവരും കാണില്ല. അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും പോണവർ ഇവിടെ ഉണ്ടാവും വെച്ചാൽ ഫോട്ടോ എടുക്കുക. അതിൻ്റെ വ്യക്തമായിട്ട് അവരുടെ ആദർശം സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വ്രതം നോറ്റ് കെട്ട് നിറച്ച് ഭഗവത് ദർശനത്തിന് പോകുന്ന ആള് അത്തരമൊരു സങ്കേതത്തിൽ പോയി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? കാരണം അവിടുന്ന് പറഞ്ഞു, ഇത് നിന്റെ വിശ്വാസം ശരിയല്ല എന്നാണ്. നീ ആരെ ആരാധിക്കാൻ പോകുന്നു അവൻ ആരാധനയ്ക്ക് അർഹനല്ല എന്നാ പറയണത്. ഇത് മലയാളത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. മലയാളിക്ക് ആർക്ക് വായിച്ചാലും മനസ്സിലാവും. അപ്പൊ നീ ആരുടെ അടുത്ത് ആരാധനയ്ക്ക് പോകുന്നു അവൻ ആരാധന അർഹനല്ല എന്ന് സ്പഷ്ടമായി പറയുന്നിടത്ത് എങ്ങനെയാ പിന്നെ അറിയില്ല എന്ത് വ്രതാ പിന്നെ ഉണ്ടാവുക ബാക്കിയുള്ളവർക്ക്? ചിന്തിച്ചാൽ നല്ലതാ. ഇനി രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 1930 മുമ്പ് തന്നെ ദേവസ്വം മാനുവലിൽ ശബരിമലയിലെ ഉപദേവതകളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് വാവര് സ്വാമി എന്നാ പറഞ്ഞിട്ടുള്ളത്. വാവര് സ്വാമി. സ്വാമി എങ്ങനെയാ ഇസ്ലാമിക സംജ്ഞയിൽ വരിക? ഇത് ഇസ്ലാമിക വിദ്വാൻമാർ മറുപടി പറയണം. ഇത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഇത് പറയേണ്ട ഹിന്ദു സമൂഹമല്ല. പറഞ്ഞില്ലെങ്കിൽ അത് സത്യസന്ധതയല്ല. ഇത് അനിസ്ലാമികമാണെങ്കിൽ അത് പറയുക, ഇസ്ലാമികമാണെങ്കിൽ അത് പറയുക. കുറച്ചുകൂടി കടന്ന് നമുക്ക് മുന്നോട്ട് വരാം. ഭൂതനാഥ സർവസ്വത്തിൽ വാപുരനോ വാവരോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചർച്ചകൾ ഉള്ള അധ്യായമുണ്ട്. അവിടെ പന്തളത്ത് നിന്ന് ഈ വാവർ നടയിൽ വാവരുടെ പ്രതിനിധിയായിട്ടിരിക്കുന്നവർക്ക് കൊടുക്കേണ്ടുന്ന ദ്രവ്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ
2 തരം അരിയും പണവും, 2 തരം അരിയുണ്ട്, ഉണങ്ങലരി, പിന്നെ വേറെ അരിയുണ്ട്, പിന്നെ പണമുണ്ട്, കർപ്പൂരമുണ്ട്, എണ്ണയുണ്ട്. ഈ വിഹിതങ്ങൾ പ്രതിവർഷം പൂജ ചെയ്യാൻ വേണ്ടിയാകുന്നു നൽകുന്നത് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവർ ഇത് സ്വീകരിച്ച് അവിടെ പൂജാതി കർമ്മങ്ങൾ കൃത്യമായി നടത്തേണ്ടതാകുന്നു. ഇതിൽ ഒരതിശയോക്തിയില്ല, ന്യൂനോക്തിയില്ല. ശ്രദ്ധിക്കുക. ചോദ്യം: ഈ കർപ്പൂരം, എണ്ണ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പൂജ ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഇസ്ലാമികമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സന്തോഷം. എല്ലാ ക്ഷേത്രങ്ങളിലേക്കും സ്വാഗതം, നമുക്ക് ഒന്നിച്ച് ക്ഷേത്രാരാധന ചെയ്യാം. അല്ല, അനിസ്ലാമികമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ പിന്നെ മതേതരത്വമാവുക? ചൂഷണല്ലേ ആവുള്ളൂ, തെറ്റിദ്ധാരണ ജനിപ്പിക്കലല്ലേ ആവുള്ളൂ. ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കലിന് ഇനിയും എത്ര കാലം ഈ ഹിന്ദു ഭക്തന്മാർ എന്ന് പറയുന്നവർ വിധേയരാവണം? ഈ ചോദ്യം ഓരോരുത്തരും ചോദിച്ചേ മതിയാവും. കാരണം ഇനിയും കാലം കഴിയുന്നതിനനുസരിച്ച് പുതിയ പുതിയ പല അവതാരങ്ങളും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. ശബരിമല അയ്യപ്പന്റെ വ്രതം പൂർത്തിയാവണമെങ്കിൽ വെളുത്തച്ഛനെയും പോയി ദർശിക്കണം, എന്നാലേ മതേതരത്വം പൂർണ്ണമാവും. അത് ആരാ വെളുത്തച്ഛൻ? വെളുത്തച്ഛൻ ആർത്തുങ്കൽ പള്ളിയിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ചിലർ തുടങ്ങിക്കഴിഞ്ഞു. പവിത്രമായി ഗുരുനാഥന്റെ അടുത്തുനിന്ന് അവനവന്റെ ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്ന് മാലയിട്ട് മുദ്ര ധരിച്ച് അയ്യപ്പനെ ദർശിച്ചിട്ട് ആർത്തുങ്കൽ പള്ളിയിൽ പോയിട്ട് മാല ഊരുക. വലിയൊരു സംഗതിയാണേ. അത് നൽകുന്നൊരു സന്ദേശമുണ്ടേ. ക്ഷേത്രത്തിൽ നിന്ന് ധരിച്ച മാല പള്ളിയിൽ പോയിട്ട് ഊരുക. സന്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആരാത്? അയ്യപ്പന്റെ ഗുരുവാ. മറ്റത് കൂട്ടുകാരനായിരുന്നു, ഇതിപ്പോ ഗുരുവാ. പുതിയതാ, ഇപ്പൊ പെട്ടെന്ന് വ്യാപിച്ചു. കാര്യം സ്പോൺസർമാർ കൂടുതലുണ്ട്, സ്പോൺസർമാർ വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചത് ആരുടെ ഇത് ആർത്തുങ്കൽ പള്ളിയിൽ? അത് വെളുത്തച്ഛനാണ്. ആരാത്? അവിടെ ഫാദർ ഫെനീഷ്യോ ആണ്. ഫാദർ ഫെനീഷ്യവും അയ്യപ്പനും തമ്മിൽ ഒരു ബന്ധവുമില്ല, കുല ബന്ധവുമില്ല. വെളുത്തുള്ളത് മുഹമ്മയില് അയ്യപ്പൻ പഠിച്ചതായ കളരിയില് ആയിട്ട് ബന്ധപ്പെട്ട് വെളുത്തയെക്കുറിച്ച് പരാമർശമുണ്ട്. വെളുത്ത എങ്ങനെയാ വെളുത്തച്ഛനാവുക? വെളുത്തച്ഛൻ എങ്ങനെയാ ആർത്തുങ്കൽ പള്ളിയിൽ പോയിരിക്കുക? അപ്പൊ മതേതരത്വം പൂർണ്ണമായല്ലോ. ഇത് പണ്ട് മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ ഉണ്ട്. 2 പേര് കൂടിയിട്ട് കുറച്ച് ചില്ലുവാനൊക്കെ സ്വരൂപിച്ച് ഒരു കൈക്കോട്ടും ഒരു പായയും വാങ്ങിത്രേ. അപ്പൊ വീതം വെച്ച ആള് പറഞ്ഞു, എന്തായാലും നിനക്കാണല്ലോ അപ്പൊ ആദ്യം തരേണ്ടത്, അതുകൊണ്ട് പകൽ നീ പായ എടുത്തോളൂ, എനിക്ക് രാത്രി തന്നാ മതി. അപ്പൊ പിന്നെ ഞാൻ കൈക്കോട്ട് എടുത്തോളാം പകല്, ഞാൻ രാത്രി ആവുമ്പോൾ കൈക്കോട്ട് അങ്ങോട്ട് തരാം. ഇത് പണ്ട് കൊച്ചു കുഞ്ഞാവുന്ന സമയത്ത് ലോകവ്യവഹാരം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ്. പുതിയ കഥ ചിദാനന്ദ സ്വാമി ഉണ്ടാക്കിയതൊന്നുമല്ല. ഇതുപോലെ ആയാൽ പറ്റുമല്ല. ഒന്നൊന്നായി ആചാരങ്ങൾ ലംഘിക്കപ്പെടുക, ഒന്നൊന്നായി ഹൈന്ദവ ചേതന നിന്ദിക്കപ്പെടുക ഒരു ഭാഗത്ത്. ചേതന നിന്ദിക്കപ്പെടുന്നത് മാത്രമല്ല, നമ്മുടെ സങ്കേതങ്ങൾ തന്നെ അക്ഷരാർത്ഥത്തിൽ അപഹരിക്കപ്പെടും. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുറേ സംഭവങ്ങൾ ഓർമ്മിച്ചാൽ മതി. പൊതുകൃഷിക്ക് ക്ഷേത്രഭൂമി മാറ്റിവെക്കുന്നത്, കളിസ്ഥലമുണ്ടാക്കാൻ ക്ഷേത്രഭൂമി കൊടുക്കുന്നത്, ലീസിന് ക്ഷേത്രഭൂമി കൊടുക്കാൻ തീരുമാനിക്കുന്നത്, ഒരു കാരണവശാലും 5 പൈസ പോലും ഹൈന്ദവ കാര്യത്തിനല്ലാതെ ഉപയോഗിക്കരുതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ആക്ടിനനുസരിച്ച് നിലനിൽക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് 10 കോടി രൂപ എടുക്കുന്നത് എന്തായാലും ഹൈക്കോടതി തടഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് കൂടെ നമ്മുടെ ചേതനയെ അവഹേളിക്കുകയും നമ്മുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും
മറ്റൊരു ഭാഗത്തു കൂടെ ഈ ചൂഷണങ്ങളും കൊള്ളയും തുടരുകയും ഇനി വേറൊരു ഭാഗത്ത് പുതിയ ഓരോ പ്രതിഷ്ഠകളെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ തീർത്തും ഉണരുന്ന ഒരു ചേതനയെ എങ്ങനെ ചവിട്ടി മതിക്കാൻ പറ്റും എന്നുള്ള കണക്കുകൂട്ടലോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒന്നേ നമുക്ക് പറയാനുള്ളൂ സമാജത്തോട്: ജാഗ്രതയായിരിക്കുക. ആ ജാഗ്രതയ്ക്ക് ഉപാസനയുടെ ബലമുണ്ടായിരിക്കുക, അനുഷ്ഠാനത്തിൻ്റെ കരുത്തുണ്ടായിരിക്കുക. അങ്ങനെ അനുഷ്ഠാനത്തിൻ്റെ കരുത്തോടുകൂടി, നിത്യ ഉപാസനാ പദ്ധതി നൽകുന്ന ബലത്തോടുകൂടി, ജാഗ്രതയോടുകൂടി ജീവിക്കാൻ ഇവിടുത്തെ സമൂഹത്തിന് സാധിക്കുമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടനുഭവിക്കുന്നുണ്ട്. ഒട്ടനവധി. ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, വേറെ എങ്ങോട്ടും നോക്കണ്ട. ശക്തയ ഉപാസനയുടെ ഏറ്റവും ശക്തമായ ഒരു പ്രദേശമായിരുന്നു അത്. ശക്തിയാണ് ഉപാസന, അശക്തിയല്ല. നമ്മളിവിടെ നിൽക്കുന്നത് ശക്തിയുടെ ഭൂമിയിലാണ്. ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെ ഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ കാലാന്തരത്തിൽ അതിൽ ന്യൂനതകൾ വന്ന സമയത്ത് ശക്തിയുടെ സ്ഥാനത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബംഗ്ലാദേശിൽ നോക്കിയാൽ മതി. ഏറ്റവും അധികം ശക്തിവാസന നടന്ന സ്ഥലമാണത്. ഒന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. അപ്പോ ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ബംഗ്ലാദേശ് ഓരോ ദിവസവും ആയിരക്കണക്കിന് നമ്മുടെ സഹോദരിമാര് പിച്ചി ചീന്തപ്പെടുന്ന, ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെടുന്ന, ഒന്നൊന്നായി നമ്മുടെ സങ്കേതങ്ങൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ എങ്ങനെ വന്നു ചേർന്നു? ഇതൊരു ദിവസം കൊണ്ട് വന്നതല്ല. ക്രമികമായൊരു സമൂഹത്തിൻ്റെ ജാഗ്രതയിൽ വരുന്ന കുറവ്, പുതിയ പുതിയ ഓരോ ആശയങ്ങളെ പിൻപറ്റി സ്വന്തം ധർമ്മത്തിലും ആചാരത്തിലും ആദരവില്ലാത്തതായി സമൂഹം നീങ്ങുമ്പോൾ ക്രമികമായി സംഭവിച്ച പരിവർത്തനങ്ങളാണ്. അപ്പോഴാണ് അധിനിവേശ ശക്തികൾക്ക് പിടിച്ചടക്കാൻ കഴിഞ്ഞതും ഈ പരിവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞതും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സജീവമായി നിൽക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പഠിച്ചില്ലെങ്കിൽ ആപത്കരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത്തരം ഇതാ നിങ്ങളുടെ അയ്യപ്പൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇതാ ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം. പക്ഷേ ഈ ഉപാസനാ സമ്പ്രദായം സ്വീകരിച്ചിരിക്കണം. ഈ ഉപാസനാ സമ്പ്രദായം സ്വീകരിക്കാതെ ഇപ്പം നോക്കൂ, നമ്മൾ ആരെങ്കിലും നമുക്ക് മൂല്യവത്തല്ല എന്നുള്ള വസ്തു വേറൊരാൾക്ക് കൊടുക്കുമോ? നമുക്ക് ഹറാമായ വസ്തു നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങുമോ? വാങ്ങില്ല. എന്നിട്ട് ഹറാമല്ലാത്ത വസ്തു അങ്ങോട്ടും കൊടുക്കുക. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും, വ്യക്തിയായാലും സമൂഹമായാലും, നന്മയുള്ളത് എന്ന് താൻ മനസ്സിലാക്കുന്ന ഒരു ആചാര വ്യവസ്ഥയെ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ ഭാഗമായി വർത്തിക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ വരെ കരുതിയത് ശരിയല്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി. ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ വരെ കരുതിയത് ശരിയല്ല, അതുകൊണ്ടാണല്ലോ എനിക്ക് ദേവതോപാസനയുടെ പങ്കുചേരേണ്ടി വന്നത്. കാരണം ഏറ്റവും കൊടിയ പാപമാണത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച്. ഏറ്റവും വലിയ ശിർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ വിഗ്രഹോപാസനയാണ്. ആ വിഗ്രഹോപാസനയുടെ പങ്ക് പറ്റുന്നതാണ്. ആ പങ്ക് പറ്റിക്കൊണ്ടിരുന്നാൽ അത് അനിസ്ലാമികമാണ്. അനിസ്ലാമികമായത് ക്ഷേത്ര സങ്കേതത്തിൽ വയ്യ. ഇസ്ലാമികമായത് ക്ഷേത്ര സങ്കേതത്തിൽ വയ്യ. അഥവാ ഇസ്ലാമികമാണെങ്കിൽ അവിടെ ക്ഷേത്രവും വയ്യ. ഏതാണ്ട് തീരുമാനിക്കുക. അല്ലാതെ യുക്തിരഹിതമായി, അതിന് വേറെ ഉണ്ടല്ലോ, ശരണം വിളിക്കുമ്പോൾ പറയാത്ത അറിവില്ലാ പൈതങ്ങളാണ് എന്ന് ഭഗവാനെ എന്നൊക്കെ. അങ്ങനെ എല്ലാ കാലം അറിവില്ലാതായാൽ പറ്റുമോ? അതിൻ്റെ പിന്നാലെ പറയുന്നില്ലേ അറിവും ബോധവും തരണേന്നും പറയാറില്ലേ?
അങ്ങനില്ല. അല്ല, ഞാൻ അറിവില്ലാത്ത ഇതാണ് ഭഗവാനെ, എന്നെ എല്ലാ കാലവും അറിവില്ലാത്ത ആളായി തന്നെ നിലനിർത്തണമെന്ന് ആരെങ്കിലും ശരണം വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ അറിവില്ലാത്ത ഇതാണ്. ഇന്നലെ വരെ അങ്ങനെ അറിവില്ലാത്ത ഇതായിട്ട് കുറേയൊക്കെ പലതും ചെയ്തു പോയി. സാരമില്ല, ഇന്നിപ്പോൾ ഞാൻ അറിവുള്ള പൈതായിരിക്കുക. അതുകൊണ്ട് എൻ്റെ ആചരണങ്ങളിലൊക്കെ കുറച്ചൊരു മാറ്റം വരുത്തിയേ മതിയാവൂ എന്ന് പറയാവുന്ന ജാഗ്രത അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ മനസ്സിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഉപാസനയുടെ ഫലമാവും. ഇല്ലെങ്കിൽ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും ഈ ചൂഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് നല്ലപോലെ ഗൗരവബുദ്ധിയോടുകൂടി കാണുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഈ സദസ്സിന് മുമ്പിൽ പറയാനുള്ളത്.